ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. അതിൻ്റെ രണ്ടാമത്തെ മെത്തേഡ്, അതായത് ടേക്കിംഗ് ഡീവിയേഷൻസ് ഫ്രം ദി മീൻ. എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂവും വലിയ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻസ് കുറച്ച് ടഫായിരിക്കും. ആ കേസിൽ നമ്മൾ മീനിൽ നിന്നിട്ടുള്ള ഡീവിയേഷൻസ് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാറിൻ്റെ വാല്യൂവിന് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്: R is equal to sigma xy divided by root of sigma x square into sigma y square. ഇനി ഇതിൻ്റെ അകത്ത് എക്സും വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള വേരിയബിൾസിൻ്റെ വാല്യൂ അല്ല. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ ആണ്. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ മൈനസ് വൈ ബാർ. എക്സും വൈയും, ക്യാപിറ്റൽ എക്സും വൈ എന്ന് പറയുന്നത് നമുക്ക് ഒറിജിനലി തന്നിട്ടുള്ള ഡേറ്റ. എക്സ് ബാറും വൈ ബാറും അതിൻ്റെ മീൻ. ഇനി എക്സിൽ നിന്ന് മീനിൻ്റെ ഡീവിയേഷൻസ് ആണ് സ്മോൾ ലെറ്റർ എക്സ് ആയിട്ട് എടുക്കുന്നത്. വൈയിൽ നിന്നും അതിൻ്റെ മീനിൻ്റെ ഡീവിയേഷൻസ് ആണ് സ്മോൾ ലെറ്റർ വൈ ആയിട്ട് എടുക്കുന്നത്. ഈ സ്മോൾ എക്സും സ്മോൾ വൈയും ആണ് നമ്മൾ ആറിൻ്റെ ഫോർമുലയ്ക്കകത്ത് ഉപയോഗിക്കുന്നത്. പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂസും വലിയ വാല്യൂസ് ആണ്. സ്ക്വയർ ഒക്കെ എടുത്തു കഴിഞ്ഞ് ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് വലിയ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്ക് ആക്ച്വൽ മീനിൽ നിന്നുള്ള ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ കാണാം. ആദ്യം തന്നെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് ബാറിൻ്റെ ഫോർമുല എന്തായിരുന്നു? സിഗ്മ എക്സ് ബൈ എൻ ആണ്. അതുപോലെ തന്നെ വൈ ബാറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ വൈ ബൈ എൻ. ഇവിടെ എക്സിൻ്റെയും വൈയുടെയും ടോട്ടൽ ആദ്യം കണ്ടുപിടിക്കുക. എക്സിൻ്റെ ടോട്ടൽ ഈ വാല്യൂസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 200 എന്നാണ് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ, ഇവിടെ എത്ര വാല്യൂസ് ഉണ്ട്? 10 വാല്യൂസ് ഉണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ 20 എന്ന് എക്സ് ബാറിൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ വൈ ബാർ കണ്ടുപിടിക്കാനായിട്ട് വൈയുടെ ടോട്ടൽ എടുക്കുന്നു. വൈയുടെ ടോട്ടൽ 160 എന്നാണ് വരുന്നത്. ഇനി എത്ര എണ്ണമാണുള്ളത്? 10 എണ്ണം ഉണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സ്മോൾ ലെറ്റർ എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. തന്നിട്ടുള്ള ഡേറ്റ എഴുതുന്നു. ക്യാപിറ്റൽ എക്സ്, ക്യാപിറ്റൽ വൈ. സ്മോൾ എക്സ് കണ്ടുപിടിക്കുന്നു, സ്മോൾ വൈ കണ്ടുപിടിക്കുന്നു. ഇനി സ്മോൾ എക്സിൻ്റെ സ്ക്വയർ, സ്മോൾ വൈയുടെ സ്ക്വയർ, സ്മോൾ എക്സ് ഇൻറ്റു വൈ. ഇത്രയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സിൻ്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്മോൾ എക്സും സ്മോൾ വൈയും അതിൻ്റെ സ്ക്വയേഴ്സും പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. സ്മോൾ എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സിൽ നിന്നും അതിൻ്റെ മീൻ മൈനസ് ചെയ്യുന്നതാണ്. മീൻ നമുക്ക് 20 ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ഓരോ നമ്പറിൽ നിന്ന് 20 മൈനസ് ചെയ്ത് എഴുതാം. -3, -2, -1, -1, 0, 0, 1, 1, 2, 3. ഇനി വൈ എന്ന് പറയുന്നത് ഓരോ വൈയിൽ നിന്നും വൈയുടെ മീൻ മൈനസ് ചെയ്യുന്നതാണ്. മീൻ 16 ആണ് കിട്ടിയിരുന്നത്. മൈനസ് ചെയ്ത് എഴുതാം. -4, 0, -2, -5, -6, 0, -1, 4. ഇനി ഇതിൻ്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാം. 9, 4, 1, 1, 0, 0, 1, 1, 4, 9. ഇനി വൈയുടെ സ്ക്വയേഴ്സ് എടുക്കുന്നു. 16, 0, 4, 25, 1, 9, 36, 0, 1, 16. ഇനി എക്സിൻ്റെ വൈ കാൽക്കുലേറ്റ് ചെയ്യുന്നു. -3 × -4, 12, -2 × 0, 0, -1 × -2, 2, -1 × -5, 5, 0 × -1, 0, 0 × 3, 0, 1 × 6, 6, 1 × 0, 0, 3 × -2, -2, 3 × 4, 12. ഇനി എക്സ് സ്ക്വയറിൻ്റെ വൈ സ്ക്വയറിൻ്റെ എക്സ് വൈയുടെയും ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ ചെയ്യുമ്പോൾ 30. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 20, 45, 108 എന്നാണ് വരുന്നത്. എക്സ് വൈയുടെ ടോട്ടൽ ചെയ്യുമ്പോൾ 35 എന്ന് കിട്ടും. ഇനി നമുക്ക് ഫോർമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R is equal to sigma xy divided by root of sigma x square into sigma y square, which is equal to sigma xy 35 into root of 30 into
108 വിച്ച് ഈസ് ഈക്വൽ ടു 35 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 30 ഇൻറ്റു 108. ആയിരത്തി 240 ഇസ് ഈക്വൽ ടു 35 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ റൂട്ട് വേണം 56.9 ഡിവൈഡ് ചെയ്യുമ്പോൾ 0.61 എന്നാണ് വരുന്നത്. ഒരു പോസിറ്റീവ് നമ്പറാണ്, അപ്പോൾ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ രീതിയിലാണ് എക്സിൻ്റെ വൈയുടെ വാല്യൂസ് വലിയ വാല്യൂസ് ആണെങ്കിൽ നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്നത്.